കണ്ടോ, നമുക്കിവിടെ ഉണ്ടായ കാന്താരി മുളകുകളാണ്. നല്ലോണം കിട്ടിയിട്ടുണ്ട്. മഴ പെയ്താകെ കാട് പിടിച്ചിവിടെ, അത് കയറാൻ വയ്യാത്ത പോലെ ആയിട്ടുണ്ട്. ഇതൊക്കെ പുല്ലൊക്കെ പറിച്ച് നീറ്റാക്കി എടുക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റൂ. ഇപ്പം മഴ മാറിയതുകൊണ്ട് കുറച്ച് പുല്ലൊക്കെ പറിച്ച് മാറ്റാം. കണ്ടോ, നിറച്ച് കാന്താരി മുളക് ഉണ്ടായിട്ടുണ്ട്. കാന്താരി മുളകും വലിയ മുളകും ഒക്കെ ഉണ്ട്, നിറച്ച് പൂക്കളും ഉണ്ട്. വെള്ളക്കാന്താരി, അത് പച്ചക്കാന്താരി ആയിരുന്നു. ഇത് വെള്ളക്കാന്താരി. കാന്താരി പഴുത്ത് നിൽക്കുന്നത്. കണ്ടോ, ഇത് വെറ്റില കയറി വെക്കുന്നതാണ്. കൊതുക നിറച്ചിവിടെ. കണ്ടോ, എൻ്റെ പപ്പത്തൈ കണ്ടോ, വലിയ മുളക് ഉണ്ടായിരിക്കുന്നുണ്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള മുളക് കിട്ടും. ഇടയ്ക്ക് മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി. നമ്മളിങ്ങനെ ചുമ്മാ അങ്ങ് നട്ട് കൊടുത്തേക്കണം. വീട്ടിൽ മേടിക്കുന്ന മുളകിൻ്റെ വിത്തായാലും മതി. അതേപോലെ നിറച്ച് ഉണ്ടാവും. ഇതിൻ്റെ കുരുമുളക് കൊടി കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാന്താരി. അതുപോലെ അടക്കമരമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ നിർത്തരുത്, കുരുമുളക് കയറ്റി കൊടുത്തോണം. പഴയ കൊടി പോകുമ്പോൾ പുതിയ കൊടി കുത്തി കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. അടക്കാമരത്തിലൊക്കെ PVC പൈപ്പ് കുത്തിയിട്ടാണ് കുരുമുളകൊക്കെ പറിക്കുന്നത്. PVC പൈപ്പ് കൊണ്ട് സുഖമായിട്ട് പറിക്കാൻ പറ്റും. കണ്ടോ, നിറച്ച് പഴുത്ത് കിടക്കുവാണ്. കാന്താരി മുളകിൻ്റെ വെള്ളക്കാന്താരി ഉണ്ട്, പച്ചക്കാന്താരി ഉണ്ട്. കൊതുക് കടിച്ചിട്ട് രക്ഷയില്ല. ഉണങ്ങി കുറച്ച് വാടിയിട്ടുമുണ്ട്. വെള്ളം പ്രത്യേക പുല്ല് പിടിച്ചിട്ട് എങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പഴുത്ത് ഒക്കത്തിലുണ്ട് മുളക്. എല്ലാത്തിലും മുളകുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെടി നട്ടു കൊടുത്താൽ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഫലങ്ങൾ. ഇത് വെറുതെ മതിലയിൽ ഇങ്ങനെ ഓരോരോ വലിയ വലിയ കുപ്പികളിലായിട്ട് വച്ചിരിക്കുന്ന ചെടികളാണ്. ഇതിലെല്ലാം നിറച്ച് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
കണ്ടോ? നമുക്ക് ആവശ്യത്തിന് കൂടുതലും കിട്ടും. പിന്നെ ഇതുണ്ടാവാത്ത ടൈമുണ്ടല്ലോ, സീസൺ പോലെ അല്ലേ, ആ ടൈമിൽ നന്നായിട്ടുണ്ടാവും. കണ്ടോ? അന്ന് വെള്ളമൊഴിക്കാൻ വൈകിയുണ്ട്, മഴയൊക്കെ അടുപ്പിച്ച് പെയ്തുകൊണ്ടേ ഞാനങ്ങനെ വെള്ളം ഇങ്ങോട്ട് ഈ പുല്ല് പിടിച്ചേക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് വന്നില്ല. അതുകൊണ്ടാണിത് ഇത്രയും വഴി. പക്ഷെ കുഴപ്പമില്ല, അന്ന് ഒഴിച്ചിട്ടുണ്ട്, നന്നായിട്ട് വന്നോളൂ. അതൊക്കെ വീണ്ടും ചിലപ്പായിക്കോളും. കണ്ടോ? കണ്ടോ? നിറച്ചുണ്ടാവും നമുക്ക്. ചെറിയൊരു ട്രീറ്റ് അതിൻ്റെ അകത്തൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അമ്മ കൊതുക്. കണ്ടോ? ഇതുപോലെ ഇങ്ങനെ കുപ്പികളിങ്ങനെ, കുപ്പിയല്ല ഇത്, വേറൊരു വലിയ ചെറിയൊരു ക്യാൻ പോലത്തെ വലിയ കുപ്പികളാണ്. നിറച്ച് മതിലിങ്ങനെ നിരത്തി വെച്ചേക്കുക. കണ്ടോ? ഇതെൻ്റെ പൂളിയിൽ കയറിയേക്കണ മണി പ്ലാന്റാണ്. കണ്ടോ? അതുപോലെ മതിലിൽ പോയി വീണാൻ മതിലിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ ഈ മഴ ഷീറ്റിന് സീലിംഗ് ഇടുന്ന ഇതാണ്ട്, സീലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ മതിലിൽ ഈർപ്പം നിൽക്കില്ല. ഇത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ബാഗുകൾ വെച്ച് കൊടുത്താൽ മതി. നിറച്ചുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുന്ന ആളുകൾ ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കുക. ഉള്ള മതിലിന് ഒരു കേടും വരില്ല. കണ്ടോ? ആവശ്യത്തിലുള്ള മുളക് മതിലിലാവുമ്പോൾ ഉണ്ടല്ലോ, എന്താണെന്നറിയോ, നിറച്ച് നല്ലോണം വെയിൽ കിട്ടും. അപ്പം വേറെ ജീവികളൊന്നും കയറി ആ ചെടി നശിപ്പിക്കില്ല. എല്ലായിടത്തും നിരത്തി വെച്ച് കൊടുത്തേക്കുവാണ്. ഇവിടെ വെച്ചത് ഞാൻ കണ്ടോ, ഇങ്ങനെ ബാഗിൽ. ഇത് ഞാൻ ഇറച്ചി മേടിച്ചിട്ട് നമുക്ക് കിട്ടിയ വലിയ കിറ്റാണ്, അതിൽ ഹോളിട്ടിട്ട് വെച്ചേക്കുന്നതാണ്. എന്താ അങ്ങനെ വെച്ചതിലാണ് പൂക്കളൊന്നും നഷ്ടപ്പെടാതെ നിറച്ച് പൂത്ത് കിട്ടിയേക്കുന്നത്. കണ്ടോ? തുറന്നിരിക്കണേൽ ആ കുഞ്ഞു ഹോളിൽ ഇട്ടിട്ട് വെച്ച ഈ ഗ്രോ ബാഗൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇതുപോലെ നിരത്തി അങ്ങ് വെച്ചിട്ട് ഹോളിട്ട് കൊടുത്ത് കണ്ടോ? കണ്ടോ? ഓരോന്ന് നട്ടു കൊടുത്ത് അതിൽ നന്നായിട്ട് കാ പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതെല്ലാം മുളക് നട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ അതുപോലത്തെ ഓരോരോ കിട്ടിയ ഗ്രോ ബാഗുകളിലും ഒക്കെ തിന്നിട്ടുണ്ട്. ഇതെല്ലാം പൂത്തിട്ടുണ്ട്, നിറച്ച് കിട്ടും നമുക്ക് മുളകൊക്കെ. ഉണ്ടോ? അപ്പോൾ എല്ലാവരും പറ്റുന്ന പോലെ ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. നമുക്കതിങ്ങനെ പറിച്ച് കറിക്കിട്ടിടുമ്പോൾ ഒരു സന്തോഷം കൂടിയാണ്. കണ്ടോ? ഇതൊക്കെ ഇങ്ങനെ നിറച്ചുണ്ട്. കണ്ടോ?